നിലമ്പൂരിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോരിന്റെ കഥ പറയുമ്പോൾ 1980കളിൽ നിന്ന് തുടങ്ങണം. ഈ പശ്ചാത്തലത്തിൽ മാത്രമേ നിലമ്പൂർ കോൺഗ്രസ് രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാകൂ. 1980 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM സഖ്യം ചേർന്നത് ഇന്ദിരാ വിരുദ്ധ ചേരിയായ കോൺഗ്രസ് ഉർസ് വിഭാഗവുമായിട്ടാണ്. ആ ചേരിയുടെ ഭാഗമായിരുന്നു അന്ന് ആന്റണിയും ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദും. കരുണാകരനും മറ്റും ഇന്ദിരാഗാന്ധിക്കൊപ്പം മറുഭാഗത്തും നിലയുറപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ CPM കോൺഗ്രസ് ഉർസ് കേരള കോൺഗ്രസ് സഖ്യം വിജയിച്ചു. നായനാർ മുഖ്യമന്ത്രി. മന്ത്രിമാരായവരുടെ കൂട്ടത്തിൽ ആര്യാടൻ മുഹമ്മദും ഉണ്ടായിരുന്നു. സംഘടനാ തലത്തിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആര്യാടന് മന്ത്രിസ്ഥാനം കിട്ടിയത്. പക്ഷേ ആര്യാടൻ MLA അല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് ആര്യാടൻ തോറ്റിരുന്നു. അങ്ങനെയുള്ള ആര്യാടനെ ഉടനെ MLA ആക്കണം. ആര് രാജിവെക്കും? ആ ചോദ്യം എത്തി നിന്നത് ആര്യാടന്റെ തന്നെ തട്ടകമായ നിലമ്പൂരിലാണ്. നിലമ്പൂരിൽ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് കോൺഗ്രസ് ഉർസ് വിഭാഗത്തിലെ ഹരിദാസ് ആയിരുന്നു. കരുണാകരന്റെ അടുത്ത ആളായിരുന്ന TK ഹംസയെ തോൽപ്പിച്ചാണ് ഹരിദാസിന്റെ വിജയം. ഹരിദാസൻ MLA ആയിട്ട് 10 ദിവസമേ ആയിട്ടു. പക്ഷേ പാർട്ടി തീരുമാനം പറഞ്ഞയുടനെ അദ്ദേഹം രാജിവെച്ചു. 10 ദിവസം മാത്രം MLA ആയിരുന്ന ഹരിദാസിന്റെ റെക്കോർഡ് ഇന്നും തകർക്കപ്പെട്ടിട്ടില്ല. ആ രാജിക്ക് പകരമായി അദ്ദേഹത്തെ പിന്നീട് രാജ്യസഭാംഗമാക്കി. എന്തായാലും ആര്യാടൻ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തിയപ്പോൾ പ്രതിസന്ധിയിലായത് CPM ആയിരുന്നു. കാരണം നിലമ്പൂർ MLA ആയിരുന്ന സഖാവ് കുഞ്ഞാലി വെടിയേറ്റ് മരിച്ച കേസിൽ 1ാം പ്രതിയായിരുന്നു ആര്യാടൻ. അന്ന് കൊലയാളി എന്ന് വിളിച്ചയാൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തേണ്ട ഗതികേട് വന്നു CPM പ്രവർത്തകർക്ക്. എന്തായാലും ഇടത് പ്രവർത്തകരുടെ കൂടെ ശ്രമഫലമായി ആര്യാടൻ വീണ്ടും നിലമ്പൂർ MLA ആയി മന്ത്രിസ്ഥാനത്ത് തുടർന്നു. പക്ഷേ ആ മന്ത്രിസഭയ്ക്ക് 6 മാസമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസ് നായനാർ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് മാതൃസംഘടനയിലേക്ക് മടങ്ങി. നിലമ്പൂരിൽ നാണക്കേട് മറന്ന് പ്രവർത്തിച്ച് ജയിപ്പിച്ച ആര്യാടനാണ് നായനാർ സർക്കാർ വീഴുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് എന്ന് CPM വിശ്വസിച്ചു. ആര്യാടനോട് പകരം വീട്ടാൻ CPM കാത്തിരുന്നു. 1982 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം. അതിനിടയ്ക്ക് ചില കാര്യങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉടലെടുത്തിരുന്നു. അതിന്റെ പ്രതിഫലനം നിലമ്പൂരിലും ഉണ്ടായി. കോൺഗ്രസ് വിഭാഗം ഇന്ദിരാ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയത് എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളാൻ കരുണാകര പക്ഷക്കാർ തയ്യാറായിരുന്നില്ല. ആന്റണി പക്ഷത്തിനെ എതിർചേരിയായി തന്നെയാണ് കണ്ടത്. അന്ന് മലപ്പുറം DCC പ്രസിഡന്റ് ആയിരുന്നു TK ഹംസ. മലപ്പുറത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആര്യാടനോടൊപ്പം നിൽക്കുന്ന നേതാവ്, ആന്റണി വിരുദ്ധ ചേരിയുടെ മുൻനിരക്കാരൻ, നേരത്തെ പറഞ്ഞതുപോലെ കരുണാകരന്റെ അടുപ്പക്കാരൻ. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനം വന്നപ്പോൾ ഹംസയെ കരുണാകരൻ കൈവിട്ടു. നിലമ്പൂർ സീറ്റ് ആന്റണി പക്ഷത്തിലെ ആര്യാടന് നൽകാനായിരുന്നു തീരുമാനം. പൊന്നാനി കിട്ടുമെന്ന് ഹംസ വിചാരിച്ചുവെങ്കിലും അതും തെറ്റി. പൊന്നാനി സീറ്റ് കരുണാകരൻ നൽകിയത് MP ഗംഗാധരനായിരുന്നു. അപമാനം നേരിട്ട TK ഹംസ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭയിൽ കാണാമെന്ന് കരുണാകരനെ വെല്ലുവിളിച്ച് ഹംസ കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി. സ്വതന്ത്രനായി നാമനിർദ്ദേശ പത്രിക നൽകി. അപ്പോഴേക്കും CPM ദേവദാസ് പൊറ്റക്കാടിനെ പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. ഹംസ CPM നേതാക്കളുമായി അതിരഹസ്യമായ ചർച്ചകൾ നടത്തി. കൃത്യമായ തന്ത്രം രൂപപ്പെടുത്തിയ CPM ആര്യാടനോട് പകരം വീട്ടാനുള്ള അവസരമായി ഇതിനെ കണ്ടു. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം CPMന്റെ അപ്രതീക്ഷിത നീക്കം. സ്വന്തം സ്ഥാനാർത്ഥിയായ ദേവദാസ് പൊറ്റക്കാടിനെ പിൻവലിച്ച് TK ഹംസയ്ക്ക് പിന്തുണ നൽകി. രാഷ്ട്രീയ തന്ത്രശാലിയായ K കരുണാകരനെ പോലും ഞെട്ടിച്ച നീക്കമായിരുന്നു നായനാരും കൂട്ടരും നടത്തിയത്. അതോടെ ആര്യാടൻ ഹംസ നേർക്കുനേർ പോരാട്ടം നടന്നു. ആര്യാടനെ ജയിപ്പിക്കേണ്ടി വന്ന കറുത്ത കറമാക്കാൻ CPMഉം ഇടതുപക്ഷവും ഹംസയ്ക്കായി നന്നായി പണിയെടുത്തു. മറുഭാഗത്ത് ആര്യാടന് വേണ്ടി കോൺഗ്രസ് ചേരിമറന്ന് ഒന്നായി നിന്നു. രാഷ്ട്രീയ കേരളം ഒന്നാകെ ശ്രദ്ധിച്ച കടുത്ത പോരാട്ടം നടന്നു. ഫലം വന്നപ്പോൾ ഹംസ ആര്യാടനെ 1566 വോട്ടുകൾക്ക് തോൽപ്പിച്ചു. കരുണാകരനെ ഹംസ നിയമസഭയിൽ കാണുകയും ചെയ്തു. പിന്നീട് ഹംസ CPM അംഗത്വമെടുത്തു. CPM സംസ്ഥാന കമ്മിറ്റി വരെ എത്തി. മലപ്പുറത്തെ CPMന്റെ വളർച്ചയിൽ നിർണായക പങ്കും വഹിച്ചു. പറഞ്ഞു വന്നത് K കുഞ്ഞാലി വധത്തിൽ ശക്തമായ വികാരം നിലനിന്ന കാലത്ത് പോലും
കോൺഗ്രസിലെ MP ഗംഗാധരനെ വിജയിപ്പിച്ച മണ്ഡലമാണ് നിലമ്പൂർ. അതിൽ നിന്ന് തന്നെ നിലമ്പൂരിന്റെ വലതുപക്ഷ അനുകൂല രാഷ്ട്രീയ ചായ്വ് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെയുള്ള നിലമ്പൂരിലാണ് ആഭ്യന്തര സംഘർഷം കാരണം കോൺഗ്രസിന് അന്ന് സീറ്റ് നഷ്ടപ്പെട്ടത്. പിന്നീടുള്ള കാലം, അതായത് 1987 മുതൽ 2016 വരെ ആര്യാടനായിരുന്നു നിലമ്പൂർ MLA. എതിർസ്വരങ്ങൾക്കൊന്നും കരുത്തില്ലാതിരുന്ന കാലമായിരുന്നു അത്. പക്ഷേ അപ്പോഴും ആര്യാടൻ വിരുദ്ധ ചേരി മലപ്പുറത്തും നിലമ്പൂരിലും ഉണ്ടായിരുന്നു. 2011 തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ വിരുദ്ധ ഗ്രൂപ്പിന്റെ പ്രവർത്തനം ശക്തമായിരുന്നു. മാത്രമല്ല, മണ്ഡല പുനർനിർണയവും കോൺഗ്രസിന് തിരിച്ചടിയായതോടെ 2011 ആര്യാടന്റെ ഭൂരിപക്ഷം ചരിത്രത്തിലാദ്യമായി 6000 കുറഞ്ഞു വന്നു. അപകടം തിരിച്ചറിഞ്ഞ ആര്യാടൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബാറ്റൺ മകൻ ഷൗക്കത്തിന് കൈമാറി. പക്ഷേ ആര്യാടൻ വിരുദ്ധ ഗ്രൂപ്പ് VV പ്രകാശിന്റെ നേതൃത്വത്തിൽ ശക്തമായ നീക്കം നടത്തി. കോൺഗ്രസ് പാരമ്പര്യവും ഐ ഗ്രൂപ്പ് ബന്ധങ്ങളുമുള്ള PV അൻവർ CPM സ്വതന്ത്രനായി രംഗത്തെത്തിയതും ഷൗക്കത്തിന് തിരിച്ചടിയായി. ആര്യാടൻ വിരുദ്ധ വോട്ടുകൾ കൂടി ശേഖരിച്ച PV അൻവർ ഷൗക്കത്തിനെ അനായാസം തോൽപ്പിച്ച് ജയിച്ചു കയറി. 2021 ശക്തമായ സമ്മർദ്ദ ഫലമായി ആര്യാടൻ ഷൗക്കത്തിനെ വെട്ടി VV പ്രകാശ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി. പക്ഷേ ഇത്തവണ ആര്യാടൻ പക്ഷം പാലം വലിച്ചു. അതിനുവേണ്ടിയുള്ള അണിയറ നീക്കങ്ങൾ നടത്തി അൻവറും കളന്നിറങ്ങി. മാത്രമല്ല, പാർട്ടിക്കാരേക്കാൾ നന്നായി സൈബർ പോരാട്ടം നടത്തുന്ന PV അൻവറിനു വേണ്ടി CPM സംഘടനാ സംവിധാനം ഒന്നാകെ അണിനിരക്കുകൂടി ചെയ്തതോടെ നിലമ്പൂർ വീണ്ടും LDF വിജയക്കൊടി നാട്ടി. അതായത്, നിലമ്പൂരിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് ഗ്രൂപ്പ് പോരിന്റെ പ്രാധാന്യവും അതുണ്ടാക്കുന്ന പ്രതിഫലനങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇത്തവണ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പ്രാദേശിക ഗ്രൂപ്പുകൾ അവരവരുടെ റോൾ വഹിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്താൻ കഴിയുക. ആര്യാടൻ മുഹമ്മദ് സ്ഥാനാർത്ഥിയായതിൽ എതിർപ്പുള്ള നിരവധി പേർ കോൺഗ്രസിലുണ്ട്. VV പ്രകാശിന്റെ മരണത്തിന് പിന്നാലെ പഴയ ആര്യാടൻ വിരുദ്ധ ചേരി ഇന്ന് DCC പ്രസിഡന്റ് VS ജോയിക്കൊപ്പമാണ്. പ്രകടമല്ലെങ്കിലും സ്ഥാനാർത്ഥിത്വം ജോയിക്ക് കിട്ടാത്തതിൽ ചില മുറുമുറുപ്പുകൾ പാർട്ടിക്കകത്തുണ്ട്. ആ വികാരം ഷൗക്കത്തിനെതിരെ എത്രത്തോളം പ്രതിഫലിക്കുമെന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കളത്തിൽ നിർണായകമാകും. അൻവറിന്റെ പേരിലുള്ള കലഹങ്ങളും സതീഷിനോടുള്ള പാർട്ടിക്കുള്ളിലെ കലിപ്പും ആര്യാടനോടുള്ള വിരോധങ്ങളും ഉപയോഗപ്പെടുത്താൻ സ്വരാജിലൂടെ കഴിയുമോ എന്നാണ് CPM പരിശോധിക്കുന്നത്. മാത്രമല്ല, സഖാവ് കുഞ്ഞാലിയുടെ വീര്യമുള്ള മണ്ണിൽ പാർട്ടി ചിഹ്നത്തിൽ നിലപാടുറപ്പുള്ള സ്വരാജ് ഇറങ്ങുമ്പോൾ അത് വോട്ടർമാരുടെ മനസ്സിൽ പ്രതിഫലിക്കുമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. ഗാസ കൂട്ടുകുരുതിയുടെ കാര്യത്തിലും ഇന്ത്യ പാക് സംഘർഷ വിഷയങ്ങളിലെല്ലാം സ്വരാജ് മുന്നോട്ട് വെച്ച നിലപാടുകൾ മുസ്ലിം വിഭാഗത്തിൽ ചർച്ചയാക്കപ്പെടുമെന്നും CPM കരുതുന്നുണ്ട്.